Hi friends, welcome back to AFWORLD. ഇപ്പോൾ എന്നോട് വളരെയധികം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഒരുപാട് ലൈക്സ് ഒക്കെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. കുറച്ച് കാലം മുന്നേ എല്ലാവരും ചോദിച്ചിരുന്നത് ഫേസ്ബുക്കിൽ എങ്ങനെ ഒരുപാട് ലൈക്സ് കിട്ടും, ഒരുപാട് ഫ്രണ്ട് റിക്വസ്റ്റ്, ഒരുപാട് ഫ്രണ്ട്സൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നതിനെ കുറിച്ചിട്ടായിരുന്നു കുറച്ച് കാലം മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നേരെ എല്ലാവരും കൂടെ ഇൻസ്റ്റഗ്രാമിലേക്ക് വന്നിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാം ഇപ്പോൾ യൂസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാം എന്താ പറയുക, ഒരു തരംഗം എന്നുള്ളൊരു രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്കിത് പറയാം. അങ്ങനെ ഒരു രീതിയിലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാം പൊതുവെ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഈ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ടാണ് ഇൻസ്റ്റഗ്രാം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഹോം പേജ് എടുത്തിട്ട് ഇങ്ങനെ അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പോലും അതിൽ തന്നെ ഉണ്ടാവും 1, 2, 3 ആഡ്സ്, പരസ്യങ്ങൾ അതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് കുറച്ച് ഫോളോവേഴ്സും കുറച്ച് ലൈക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള വഴികളും പറയുന്നുണ്ട്, കുറച്ച് വളഞ്ഞ ബുദ്ധി എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലുള്ള വഴികളും കുറച്ച് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതിന് മുന്നേ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടെ എന്തായാലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉഡായിപ്പ് വഴികളൊക്കെ പറയാം അല്ലേ. ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഫോളോ ആൻഡ് അൺഫോളോ പറഞ്ഞൊരു ചെറിയൊരു പരിപാടിയാണ്. അതായത് നമ്മൾ ഏത് രീതിയിലുള്ള ഫോട്ടോസാണ് ഇടുന്നതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിലുള്ള ബാക്കിയുള്ള ആളുകളുടെ ഫോട്ടോസ് ഉണ്ടാവുമല്ലോ, അതിന് ഉള്ള ലൈക്ക് ചെയ്ത ആളുകളെ പോയിട്ട് നമ്മൾ ഫോളോ ചെയ്യുക. അവർ കുറച്ചു നേരം കഴിയുമ്പോൾ അവർ എന്തായാലും പല ആളുകളും തിരിച്ച് ഫോളോ ചെയ്യും. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവരൊക്കെ ജസ്റ്റ് ഒന്ന് അൺഫോളോ ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് സ്കൈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള പിക്കാണ് നമ്മൾ കൂടുതലായിട്ട് ഇടുന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഫോട്ടോസൊക്കെ ഇടുന്ന ആളുകൾക്ക് ലൈക്ക് ചെയ്ത ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് ജസ്റ്റ് ഫോളോ റിക്വസ്റ്റ് അയക്കുക, അവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവരൊക്കെ നമ്മൾ തിരിച്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവരൊക്കെ മൊത്തത്തിൽ ഒന്ന് അൺഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് കുറേ ഫോളോവേഴ്സും കിട്ടും. നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകളുടെ എണ്ണം പഴയതുപോലെ തന്നെ കുറഞ്ഞു കിടക്കുകയും ചെയ്യും. അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻസ്റ്റഗ്രാമിൽ യൂസ് ചെയ്യുന്നൊരു ട്രിക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രിക്ക് ഇതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഫോളോവേഴ്സ് ഇങ്ങനെ കുറഞ്ഞു വരും. പോരാത്തതിന് നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു പിക്കൊക്കെ ഇടുന്ന സമയത്ത് നമ്മളുടെ ലൈക്കും അതിൻ്റെ കമൻറ്റ് എന്ന് പറഞ്ഞാൽ തീരെ ഉണ്ടാവില്ല. അതിൻ്റെ ലൈക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരും. അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് എന്തായാലും നമുക്ക് ഒരുപാട് ഫോളോവേഴ്സ് കിട്ടും. ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചൊരു 4000, 2000, 3000 ഫോളോവേഴ്സ് ഉണ്ടാക്കി ഒരുപാട് മഹാന്മാരുണ്ട് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് എന്തായാലും ഫോളോവേഴ്സ് ഉണ്ടാക്കുക. ഫോളോവേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറഞ്ഞു പോകുന്നുള്ളൂ, അല്ലാതെ വേറെ വല്ല കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഏത് രീതിയിലുള്ള ഫോട്ടോസാണ് ഇടുന്നത് ആ ഒരു രീതിയിലുള്ള ഫോട്ടോക്ക് ലൈക്ക് ചെയ്ത ആളുകളെ പോയിട്ട് ഫോളോ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കുറച്ചെങ്കിലും നമുക്ക് ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലുള്ളൂ. പിന്നെ വേറൊരു ട്രിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്ടോ ഫോളോവേഴ്സ്, ഓട്ടോ ലൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും വലിയൊരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ തീരില്ല. ചിലപ്പോൾ ഒരു 10,000, 25,000 ഒക്കെ ചിലപ്പോൾ ഫോളോവേഴ്സ് ഉണ്ടാവും. പക്ഷേ അതിൻ്റെ വ്യൂസ് അതിൻ്റെ ലൈക്ക് കാര്യങ്ങൾ കമൻറ്റുകളൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷെ അതുകൊണ്ട് വലിയൊരു കാര്യമൊന്നുമില്ല, നമുക്ക് വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഷോ ആയിട്ട് നടക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ അൺബോക്സിങ് ഡൂഡ് ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇതേപോലെ ഉഡായിപ്പായിട്ട് എങ്ങനെ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടാക്കാം എന്നുള്ള കുറച്ചൊരു ആപ്പോ എന്താണ് സംഗതി മൂപ്പര് പരിചയപ്പെടുത്തി. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടാക്കാനുള്ള ട്രിക്ക് അതിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് സിമ്പിളായിട്ട് കുറച്ച് ഫോളോവേഴ്സും ഒക്കെ ഉണ്ടാക്കാം. സംഭവം ഉഡായിപ്പാണ്, പക്ഷേ സംഗതി വർക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ഓട്ടോ ഫോളോവേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓട്ടോ ഫോളോവേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പാസ്വേഡ് യൂസ് ചെയ്തതിന് ശേഷം പാസ്വേഡ് നിർബന്ധമായിട്ടും നിങ്ങൾ പാസ്വേഡ് മാറ്റിയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് നമ്മളറിയാതെ അവർ കയറിയിട്ട് ചിലപ്പോൾ വേറെ ആളുകൾക്കൊക്കെ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ നമ്മുടെ അക്കൗണ്ട് നമ്മളറിയാതെ ചിലപ്പോൾ അവർ യൂസ് ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഓട്ടോ ഫോളോവേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് പാസ്വേഡ് എന്തായാലും ഒന്ന് മാറ്റിയേക്കാം. ഇനി സാധാരണ നല്ല രീതിയിലുള്ള നേർവഴിക്കുള്ള കുറച്ച് ട്രിക്കുകൾ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അല്ല, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ സമയത്ത്
നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോസ് ആണെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഗതി എന്ന് പറഞ്ഞത്. നമ്മളങ്ങനെ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ ടൈമിൽ ഇങ്ങനെ ഇടുമ്പോൾ നമ്മൾ ആ സമയത്ത് കാണുന്നവരൊക്കെ ജസ്റ്റ് ആ സമയം അയക്കുന്ന നമ്മളെ പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ അങ്ങനെ വന്നിട്ടുണ്ടോ, നമ്മുടെ വീഡിയോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ജസ്റ്റ് അവിടെ ഒന്ന് ഹോം പേജിലൊക്കെ ഒന്ന് ജസ്റ്റ് തപ്പി വെക്കും. അപ്പോൾ അതാണ് ഈ കൺസിസ്റ്റൻസി കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞാൽ, ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ പറ്റ ചവറായി കഴിഞ്ഞാൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കില്ല കേട്ടോ. കുറച്ച് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് കുറച്ച് മറ്റേ അതിൽ ഒരുപാട് ഫിൽറ്റർ ഉണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാം എല്ലാവരും യൂസ് ചെയ്യാനുള്ള കാരണം ഈ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഫിൽറ്റർ എഡിറ്റിംഗ് ഒക്കെ അപ്പം തന്നെ ഒരു പിക്ക് എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ഫുള്ള് സെറ്റപ്പ് ആക്കി അപ്പം തന്നെ അപ്ലോഡ് ചെയ്യാം. ഈ ഒരു കാര്യം കൊണ്ടാണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്റ്റോറിയൊക്കെ അപ്ലോഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹാഷ്ടാഗ് ആണ്. ഇൻസ്റ്റാഗ്രാമിൽ പലരുടെയും ഈ ഒരു പിക്ക് എടുത്തു കഴിഞ്ഞാൽ, പിക്കൊക്കെ വീഡിയോസൊക്കെ ആണെങ്കിൽ അതിൻ്റെ അടിയിൽ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ടാഗ് ഉണ്ടാവും. പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. എന്തിനാ ഇപ്പോൾ ഈ വെറുതെ ടാഗ് കൊടുത്തിട്ടുള്ള രീതിയിൽ ജസ്റ്റ് അവോയ്ഡ് ചെയ്ത് പോകും. പക്ഷെ ഞാനിപ്പോൾ 2 ദിവസം മുന്നേ ഞാനൊരു നാച്ചുറലിൻ്റെ ഒക്കെ എന്നൊക്കെ പറയില്ല, ഒരു ആകാശത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കുറച്ച് എഡിറ്റ് ചെയ്തിട്ടാണ് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തതാണ്. അതിൽ ഞാൻ കുറച്ച് ഇതേപോലുള്ള ടാഗുകൾ കൊടുത്തു. നാച്ചുറൽ, പിന്നെ സ്കൈ, എന്താ പറയുക, നാച്ചുറൽ ബ്യൂട്ടി, അങ്ങനെ പറഞ്ഞ കുറച്ച് ടാഗുകൾ കൊടുത്തു. അപ്പോൾ ഒരുപാട് ആളുകൾ, എൻ്റെ ഫോളോവേഴ്സ് അല്ലാത്ത ഒരുപാട് ആളുകൾ വന്നിട്ട് ആ ഒരു പിക്ചർ കമൻറ്റ് ചെയ്യുകയും പിന്നെ അതിന് ലൈക്ക് ചെയ്യുക, പിന്നെ കുറച്ച് ആൾക്കാർ ഫോളോവേഴ്സൊക്കെ ചെയ്തിട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ സംഭവിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ ലൈക്ക് ചെയ്തവരുടെയൊക്കെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ അവർ പല ആളുകളും ഇതേ രീതിയിലുള്ള ഈ നാച്ചുറലായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഞാൻ ഇട്ടതിൻ്റെ ആ ഒരു രീതിയിലുള്ള ഫോട്ടോസ് അവരൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഹാഷ്ടാഗ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇട്ട ഈ പിക്ചർ അവർക്കൊക്കെ കാണാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് പിക്ചറാണോ ഇടുന്നത് അതിനെ പറ്റി കുറച്ച് ഹാഷ്ടാഗ് വെറുതെ കൊടുക്കുക. അപ്പോൾ നമ്മളെ ഒരു എന്താ പറയുക, നമ്മളൊരു ഫോട്ടോ ആണ് ഇടുന്നത് എങ്കിൽ പോലും കുറച്ച് ഹാഷ്ടാഗ് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് അവിടെ നിന്ന് ഒപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. അപ്പോൾ എന്തായാലും ആ രീതിയിലുള്ള പിക്ചർ അപ്ലോഡ് ചെയ്തവരിലേക്കൊക്കെ നമ്മുടെ ആ ഒരു പിക്ചർ എത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് റീച്ച് കൂടും, അപ്പോൾ കുറച്ച് ലൈക്ക് കൂടും, കുറച്ച് ഫോളോവേഴ്സും കൂടും. അപ്പോൾ ഇതാണ് വേറൊരു ട്രിക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് സാധാ രീതിയിലുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ആയിരിക്കും. വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞത് ബിസിനസ് അക്കൗണ്ട് ആക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ ഒരുപാട് ഫീച്ചേഴ്സ്, ഓപ്ഷൻസ്, കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം നമ്മുടെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഏതൊക്കെ നേരത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാം നമ്മൾ ബിസിനസ് അക്കൗണ്ടാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിൽ കിട്ടും. അതിന് വലിയ പണിയൊന്നുമില്ല. നമ്മുടെ പ്രൊഫൈൽ എടുക്കുക, പ്രൊഫൈലിൽ സെറ്റിംഗ്സ് എടുക്കുക, സെറ്റിംഗ്സിൽ ബിസിനസ് അക്കൗണ്ട് എല്ലാം ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്തിട്ട് ഓൺ ആക്കുക. സംഭവം വളരെ സിമ്പിളാണ്. അത് ചെയ്യാവും ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സ് ഏതൊക്കെ ദിവസം ഏതൊക്കെ സമയത്താണ് ഏറ്റവും കൂടുതൽ ഈ ഓൺലൈനിൽ ഉള്ളത്, ആ ഒരു ടൈം വെച്ചിട്ട് നമുക്ക് ആണെങ്കിൽ നമ്മുടെ പിക്ക് ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പുള്ളതിനേക്കാൾ ഒരുപാട് റീച്ച് കൂടും. അപ്പോൾ ഇങ്ങനെ കുറച്ച് സംഗതികൾ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുറച്ച് ദിവസത്തിനുള്ളിൽ, ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഒരു 1000-1500 ഫോളോവേഴ്സൊക്കെ ജസ്റ്റ് ടോപ്പിൽ ഒറ്റയടിക്ക് കയറും. ഇങ്ങനെ കുറച്ച് ട്രിക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, എനിക്കും ചെറുതായിട്ടൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഇതുപോലുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം തന്നെ അതിൽ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ എന്താ പറയുക ലിങ്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ലിങ്ക് ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ട്രിക്കുകളൊക്കെ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കൊണ്ടുവിട്ടാം. ബൈ.